ഖുർആനിക് ലോസ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഫിസിക്സ് കൊണ്ട് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹുക്ക് ഇപ്പോ ഇവിടെ നടുവിൽ വന്നിട്ട് ഞാൻ അള്ളാഹു ആണ്, എല്ലാവരും എന്നെ വിശ്വസിക്കണം, എന്നാലും സ്വർഗത്ത് പോകാൻ പറ്റില്ല പറഞ്ഞാല് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഖുർആൻ വിശ്വസിക്കും. അപ്പൊ അവിടെ ഒരു ടെസ്റ്റ് ഇല്ല, അവിടെ ഒരു സംഭവമല്ല. നമ്മളെന്തിനാണ് ഭൂമിയിൽ വെച്ചത്? ഒരു ടെസ്റ്റിനാണ്. ഇപ്പൊ അള്ളാഹു വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് പറയാണ് നിങ്ങൾ ഫിസിക്സിൽ ഒരു സംഭവം നോക്ക്, എന്നാലേ എന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്തിനാണ് ഖുർആൻ? പിന്നെന്തിനാണ് പ്രവാചകൻ? സിദ്ധനായി അവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു പയ്യനുണ്ട്. 13 വയസ്സ് മാത്രം പ്രായമുള്ള എന്തോ പേരോന്റെ ഞാൻ മറന്നുപോയി. അവനോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു, ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതില്ലേ, തെളിയിക്കാൻ കഴിയുമോ എന്ന്. ആ കുട്ടിയുടെ ഉത്തരം, അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയുടെ 10 ലക്ഷം രൂപയുടെ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ അവാർഡിന് അർഹനായി കേരളം മുഴുവൻ ആഘോഷിക്കുന്ന പയ്യൻ, അവൻ പറയുകയാണ് അതിന് മറുപടി, ഒരു കാലത്തും ശാസ്ത്രീയമായി അള്ളാഹുവിനെ തെളിയിക്കാൻ പറ്റില്ല. എന്താണ് അതിന് കാരണം? അപ്പോൾ പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? ഇതിൽ പരം ഒരു ഉത്തരം. പിന്നെ ടെസ്റ്റിന് എന്താണ് അർത്ഥം? അള്ളയെ